guys, welcome back to our channel VogueAsh. ഞാൻ അശ്വിനി. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു DIY വീഡിയോ ആണ്. ഇത് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DIY വീഡിയോസ് ആണെന്ന് എനിക്കറിയാം. അപ്പം നമുക്കൊരു DIY ചെയ്യാം. ഇത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് DIY ആണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലൻ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതുകൂടാതെ ഒരു നാച്ചുറൽ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ മൊത്തം മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എങ്ങനെ എൻ്റെ ഫേസ് ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാൻ, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ DIYയിൽ ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുകൂടാതെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചാണ് നമ്മൾ ഈ DIY ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ DIY അല്ലെങ്കിൽ ഈ ഫേസ് പാക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും തരും. അതുകൂടാതെ നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പോൾ വരിക, ഒത്തിരി ട്രാവൽ ചെയ്യുന്ന എന്താ പറയുന്നത്, ഒത്തിരി വെയിൽ കൊണ്ടിട്ട് ഒത്തിരി കരിവാളിച്ചു അല്ലെങ്കിൽ ഒത്തിരി സ്കിൻ സൺ ടാൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് പറ്റിയൊരു DIY ആണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എഫക്റ്റ് തരും. കാരണം ഞാൻ 110% ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു DIY ആണ്. ഞാൻ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മമ്മി എനിക്ക് ഉണ്ടാക്കി തരുന്നൊരു DIY ആയിരുന്നു. എനിക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് ഡാർക്ക് സർക്കിളിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഡാർക്ക് സർക്കിളിലും റിമൂവ് ആവുന്ന രീതിയിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒത്തിരി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ സ്കിന്നിന് നെസസറി ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നി നിങ്ങൾക്കും ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും അറിയണ്ടേ എങ്ങനെയാണ് എന്താ പറയുന്നത് ഒരു സ്കിൻ കെയർ നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്കിൻ കെയർ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയൊരു ഫേസ് പാക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ട്രൈ ചെയ്യാനും യൂസ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഷെയർ ചെയ്യാം ഞാൻ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 സംഭവങ്ങളേ ഉള്ളൂ. ആദ്യത്തേത് പൊട്ടാറ്റോ, രണ്ടാമത്തേത് ക്യാരറ്റ്, മൂന്നാമത് വരുന്നത് ഹണി. അപ്പം ഈ ക്യാരറ്റും ഈ പൊട്ടാറ്റോയും ഈ ഹണിയും വെച്ച് നമുക്ക് എങ്ങനെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ആ ക്യാരറ്റിനെയും പൊട്ടാറ്റോയും എന്താ പറയുക ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് എടുത്തത്. അപ്പോൾ ആ പേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇതായിരിക്കുന്നത്. ഇത് അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഹണിയും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ലേശം ഹണി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ഈ മിക്സ്ചറിൻ്റെ അകത്തോട്ട് ഈ ഹണിയെ പോർ ചെയ്യുക. ഇച്ചിരി മതി കേട്ടോ. ഇത്ര ഹണി എടുത്ത് മിക്സ് ചെയ്യുക. നല്ലോണം ഇതിനെ മിക്സ് ചെയ്യുക. ബൈൻഡ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് രൂപത്തിൽ നമുക്കിതിനെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അതിനെ സൈഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഒരു സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് നമുക്ക് വേണ്ടത് കോഫി പിന്നെ ഷുഗർ. അപ്പോൾ കുറച്ച് കോഫി എടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് ഷുഗർ എടുത്തിട്ട് പോർ ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് വാട്ടർ. അപ്പം അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഒരു പേസ്റ്റ് പോലത്തെ കൺസിസ്റ്റൻസിയിൽ ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഷുഗറില്ലേ, ഈ ഷുഗറാണ് നമുക്ക് എന്താ പറയുന്നത് സ്ക്രബിൻ്റെ പണി ചെയ്യുന്നത്. പിന്നെ കോഫി നമ്മുടെ സ്കിന്നിന് എന്തായാലും ബ്രൈറ്റ്നെസ് തരും. അപ്പം ഇത് നമ്മുടെ ഷുഗർ ആൻഡ് കോഫി സ്ക്രബ് റെഡി. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആഭ ഫോമിംഗ് ക്ലിൻസറാണ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്.
ഡെർമാക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ് ഇത്, ആബ ഫോമിംഗ് ക്ലെൻസർ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, ഇതിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഇപ്പം എൻ്റെ ഫേസിലൊന്നുമില്ല. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇച്ചിരി ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ടിൻറ്റു, ഒരു കാജലിൻ്റെ ഒരു അതേ ഉള്ളൂ, അല്ലാതെ എൻ്റെ സ്കിന്നിലൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ 2 സംഭവങ്ങളും റെഡിയുണ്ട്. നമ്മുടെ സ്ക്രബും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫേസ് പാക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രബ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഷുഗർ കോഫി സ്ക്രബ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 3 വിരലിലോട്ട് ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസിൽ സർക്കുലർ മോഷനിൽ ഞാനിങ്ങനെ പരട്ടുക. ഇങ്ങനെ സർക്കുലർ മോഷൻ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കും. ഇങ്ങനെ സർക്കുലർ മോഷനിൽ തന്നെ ചെയ്യണമെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ട് നോക്കാം. എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണം നമ്മൾ ഈ സർക്കുലർ മോഷൻ ഡൗൺവേർഡ് അല്ല, അപ്വേർഡ് മോഷനിൽ, സർക്കുലർ മോഷനിൽ ട്രൈ ചെയ്യണം. നല്ലോണം ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒത്തിരി ഡാർക്ക് പാച്ചസും ഡാർക്ക്നെസ്സും ഒക്കെ വരാറുണ്ട്. പിന്നെ കോഫി ജനറലി എപ്പോഴും യൂസ് ചെയ്യാൻ ഡാർക്ക് സർക്കിളിന് വേണ്ടി. അപ്പം ഈ സ്ക്രബ് നമുക്ക് ലൈറ്റ്ലി കോഫി നിങ്ങൾക്ക് ഇവിടെ പെരട്ടിയും കൊടുക്കാം. ഒത്തിരി നമ്മൾ റബ്ബ് ചെയ്യല്, നമ്മുടെ അണ്ടർ ഐസ് അല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് പെരട്ടി കൊടുത്തിട്ട് ബാക്കി സ്ഥലങ്ങളിൽ ഫോർ ഹെഡിലും എല്ലാ രീതിയിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ സർക്കുലർ മോഷൻ എപ്പോഴും യൂസ് ചെയ്തിട്ട് നന്നായി സ്ക്രബ് ചെയ്യുക. ഓക്കെ, ഒത്തിരി പ്രഷർ കൊടുക്കില്ല. നമ്മുടെ ഫേസ് ആയിക്കൊണ്ട് നമ്മൾ ഒത്തിരി ലൈറ്റായിട്ട് തന്നെ നമ്മൾ ഫേസിനെ നോക്കണം എപ്പോഴും. ഒത്തിരി സ്ക്രബ് ചെയ്യല്. പക്ഷേ ഇത് എന്താ പറയുക, നമ്മൾ നാച്ചുറലി ഉണ്ടാക്കുന്നുണ്ട്. അത്രയും നമ്മുടെ ഹാർഷ് കെമിക്കൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു അക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ ഫേസിനെ സ്ക്രബ് ചെയ്യില്ല. ഇത് വീക്ക്ലി 3 ടൈംസ് നമ്മൾ സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ 2 ടൈം നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇടാം. പിന്നെ നിങ്ങൾ നെക്കിലും യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ നെക്ക് യൂസ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല, പക്ഷേ ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നെക്കിലൂടെ യൂസ് ചെയ്യാൻ. പിന്നെ ഫേസിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് നല്ലോണം ഈ നോസിൻ്റെ പോർഷനിലും ചീക്സിലും ഒക്കെ നല്ലോണം ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക സർക്കുലർ മോഷനിൽ. മോർ ദാൻ 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിനെ കാട്ടി കൂടുതൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിൽ സ്ക്രബ് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. നല്ലൊരു മോഷനല്ലേ. ഇങ്ങനത്തെ ഒരു സർക്കുലർ മോഷനിൽ നമ്മളെപ്പോഴും ട്രൈ ചെയ്യുക. പിന്നെ ഇങ്ങനെ മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല റിലാക്സിങ്ങും സൂതിങ്ങും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനത്തെ ഈ പോർഷനിൽ നമുക്കൊന്നിങ്ങനെ സർക്കുലർ മോഷനിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നല്ലോണം നമ്മൾ ഇതിനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സോ ഈ രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് പോയി ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളുണ്ടാക്കിയ ഫേസ് പാക്കാണ്. അപ്പോൾ ആ ഫേസ് പാക്ക് നമ്മളെങ്ങനെ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ക്യാരറ്റ്, പൊട്ടാറ്റോ, പിന്നെ ഹണി. ഇതിൽ ക്യാരറ്റും പൊട്ടാറ്റോയും നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലേശം തന്നെ ഹാഫ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ എന്താ പറയുന്നത് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജനറലി അങ്ങ് യൂസ് ചെയ്യാം. എൻ്റെ ബ്രഷ് ഇല്ല. അപ്പം ഈ ഫേസ് പാക്ക് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇച്ചിരി ഇതല്ല തരിയായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇച്ചിരിയെ ഉണ്ടാക്കിയുള്ളായിരുന്നു, അതിൻ്റെ കാരണം കൊണ്ട് ഇത് നല്ലോണം മിക്സ് ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ എമൗണ്ട് ഉണ്ടാക്കുമ്പം ഇത് ഈസിലി നല്ലോണം മിക്സ് ആവും നിങ്ങളുടെ എന്താ പറയുക ഗ്രൈൻഡറിൽ.
എനിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നു ഈ ഒറ്റ ഒരു വിരൽ വെച്ച് അപ്ലൈ ചെയ്യാനാണ്. എനിക്ക് തോന്നുന്നു ഫേസിൻ്റെ എല്ലാ സൈഡിലും ഈക്വലി എത്തിയിട്ടുണ്ടെന്ന്. ഞാനിവിടെ ഡാർക്ക് സർക്കിളില്ലേ ആ പോർഷനിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലോണം ഈവൻ്റ് എല്ലാ സ്ഥലത്തും അപ്ലൈ ആവാൻ വേണ്ടി നമ്മൾ നോക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, മിനിറ്റിൽ ഉണങ്ങുന്നിടം വരെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും നമുക്ക് നല്ല മ്യൂസിക് കേൾക്കോ പാട്ട് കേൾക്കോ, അതല്ലാതെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഉറങ്ങുക, ചാരി കിടക്കുക, കണ്ണടിച്ച് കിടക്കുക, നല്ല റിലാക്സ് ആയിട്ട് നമ്മൾ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുവിധം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ, ഫേസ് ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, എനിക്ക് തൊടുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എൻ്റെ സ്കിൻ്റെ ടെക്സ്ചർ ഒത്തിരി സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ഒരു 5% അല്ല 1% ഒരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു മൊത്തം. അപ്പം നമ്മളിത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒറ്റ തവണ തന്നെ നമ്മളിത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊരു 2 ഷെയ്ഡ് വെളുക്കും, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ബ്രൈറ്റ്നസ് തരും. ഇത് ഗ്രാജുവലി നമ്മൾ എന്താ പറയുന്നത്, ഡെയിലി റൂട്ടീനിൽ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഇതൊരു റൂട്ടീനിൽ കൊണ്ടുവന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് ദിവസത്തെ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നതാണ്. എല്ലാ നാച്ചുറൽ എന്താ പറയുന്നത് ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇത് അത് ടർമറിക് ആയാലും നീമായാലും എന്തായാലും അത് എഫക്റ്റ് കാണിക്കാനും അതിൻ്റെ രീതിയിലൊന്നും വരാനും വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഫേസ് പാക്കിനും ഒരു റിസൾട്ട് നല്ലോണം നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 15 to 20 days നിങ്ങൾ യൂസ് ചെയ്യുക. വീക്ക്ലി ത്രൈസ് ഓർ 4 times ഇത് യൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ടെക്സ്ചറിൽ നിങ്ങൾക്കൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡാർക്ക് സർക്കിൾ കുറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, ഫേസിൻ്റെ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കൂടുന്ന പോലെ തോന്നും. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അതുകൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.